അടുത്ത കാലത്ത് ഇവിടെ വരുന്ന പല കേസുകളിലും സ്കാനിംഗ് റിസൾട്ട് സെയിം ആണ്. പിന്നെ ഗർഭസ്ഥ ശിശുക്കളുടെ തലയ്ക്ക് അസ്വാഭാവികമായ വലിപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് കുഞ്ഞിന് എൻഡോസൾഫാൻ വിഷാംശം ഉണ്ടെന്നാണ്. ചില ടെസ്റ്റുകൾ കൂടി നടത്തിയാലേ സ്ഥിരീകരിക്കാൻ സാധിക്കൂ. മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹരി നാട്ടിലില്ലേ? ബാംഗ്ലൂരാണ്, ബിസിനസ് ടൂർ. നാളെ തിരിച്ചു വരും. ഹരി വരട്ടെ, നമുക്ക് വേണ്ടത് ചെയ്യാം. എന്റെ ഊഹം മാത്രാണത്. ടെസ്റ്റുകൾ ചെയ്യാം, നമുക്ക് നോക്കാം. അബദ്ധം ഒന്നും കാണിച്ചിക്കല്ലേ. ഇത് 9ാം മാസമാണ്. ഹരി, എന്തുപറ്റി? വൃന്ദയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. 9 മാസം പ്രഗ്നൻ്റ് ആണവൾ. എന്തെങ്കിലും പറ്റിയാൽ നോക്കാൻ പോലും ഫ്ലാറ്റിൽ ആരുമില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചതിൻ്റെ കുഴപ്പം. ബന്ധുക്കളൊക്കെ ശത്രുക്കളായി. ബിസിനസ് ടൂർ നാളെ തീരില്ലേ? ദെൻ ബാക്ക് ടു ഹോം. ഇന്ന് സ്കാനിങ്ങിന് പോകേണ്ട ദിവസമാണ്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. തിരക്കൊഴിഞ്ഞ് ഇപ്പോഴാണ് തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോൾ ഉറങ്ങിക്കാണും. രാവിലെ വിളിക്കാം. നീ വന്ന് ഭക്ഷണം കഴിക്ക്. ഞാൻ വരാം, നീ ചെല്ല്. എൻ്റെ കുഞ്ഞിന് എങ്ങനെ ഈ ദുരന്തം സംഭവിച്ചു എന്നെനിക്കറിയില്ല. ഞാൻ കാസർഗോഡുകാരിയല്ല. എൻ്റെ ഭർത്താവും കാസർഗോഡുകാരനല്ല. എൻഡോസൾഫാൻ വിഷം ബാരലുകളെ കുഴിച്ചു മൂടിയതും തലവീർത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും അവിടെയല്ലേ? ഞാൻ ഓർക്കുന്നു. ഹരി, ഹരി, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കോഫി ഉണ്ടാക്കുന്നത്. കുടിച്ചു നോക്ക്. പരീക്ഷണം എന്നോട് തന്നെ വേണോ? എൻ്റെ ശ്രീമതി സ്നേഹത്തോടെ ആദ്യമായി തരുന്നതല്ലേ? ഭയങ്കര ചൂടാണല്ലോ. എങ്ങനെയുണ്ട്? എന്തേ, നന്നായിട്ടില്ലേ? സാരമില്ല, എല്ലാം ഞാൻ പഠിപ്പിക്കാം. ഹേയ് വീട്, ഞാൻ കുളിച്ചതാ. ഒന്നുകൂടി കുളിക്കാന്നേ. അടുക്കള ജോലിയൊന്നും അറിഞ്ഞൂടാത്ത എന്നെ ഹരി അതെല്ലാം പഠിപ്പിച്ചു. വീട്ടിലെ അടുക്കളയിൽ കയറാൻ എനിക്ക് അവസരമുണ്ടായിരുന്നില്ല. ജോലിക്കാരി വെച്ച് വിളമ്പിത്തരുന്നത് കഴിച്ച് ജീവിക്കേണ്ട ഗതികേട്. ഹരി എനിക്ക് വീട്ടമ്മയുടെ വേഷം തന്നു. ഇതെന്താ? ക്യാരറ്റ്. ഇങ്ങനാണോ കഴുകുന്നത്? ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസ് ആണ്. കേരളത്തിൽ മാത്രമേ എൻഡോസൾഫാൻ നിരോധിച്ചിട്ടുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങിതാ. സാരമില്ല, ഇനി ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് ഞാൻ പച്ചക്കറികൾ പല തവണ കഴുകി ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചു. കേരളത്തിൽ മാത്രം എൻഡോസൾഫാൻ ബാൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിഷത്തിൽ മുങ്ങിയ പച്ചക്കറികളാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത്. പല കുറി കഴുകിയാലും പോവാത്ത വിഷം. ഇതുപോലെ തലമുറയിലേക്ക് രോഗം പകരുമ്പോൾ മാത്രമേ എല്ലാവരും പഠിക്കൂ.
തലവീർത്ത വികലാംഗനായ എൻഡോസൾഫാൻ ഇരയെന്ന് മുദ്രകുത്തപ്പെട്ടേക്കാവുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എനിക്കാവില്ല. വീട്ടുകാരെ ധിക്കരിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ കുഞ്ഞെന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തും. അവർക്ക് മുൻപിൽ ഒരു കാഴ്ച വസ്തുവാകാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ബാനറുകളും പ്ലക്കാർഡുകളും നിർമ്മിക്കപ്പെടാതിരിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. മരണം അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുൻപിലുള്ള പോംവഴി. ഹരിയെ ഓർത്ത് ദുഃഖിക്കരുത്, എല്ലാം നല്ലതിനാണ്. ഒരു ജന്മം മുഴുവൻ ഇരുന്ന് കരയുന്നതിലും ഭേദം ഇന്നേ എല്ലാം അവസാനിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി വരാൻ പോകുന്നു. വൃന്ദയുടെ ആഗ്രഹപ്രകാരം അതൊരു ആൺകുട്ടി തന്നെ ആയിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മോനെ കണ്ടാൽ ചിലപ്പോൾ അച്ഛൻ്റെ പിണക്കം മാറും. അവളുടെ വീട്ടുകാരും പിണക്കം മറന്നു വരുമായിരിക്കും. നാളെ ഇങ്ങനൊരവസ്ഥ ഏതെങ്കിലും ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായാൽ അതിനുത്തരവാദി ആരാണെന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്.